ഗൗതം തന്നൂരി, വിജയ് ദേവരകൊണ്ട, അനിരുദ്ധ് രവിചന്ദർ. ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള മൂന്ന് പേരാണ്. പാൻ ഇന്ത്യൻ അപ്പീലിൽ നിൽക്കുന്ന മൂന്ന് പേരാണ്. സീരിയസ്ലി ഈ മൂന്ന് പേരും ചേർന്ന് ഇത്തവണ ഒരു മാജിക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിങ്ഡം എന്നാണ് പേര്. വളരെയധികം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ്. നമുക്കറിയാം സിനിമ തുടങ്ങി കഴിഞ്ഞ 5-10-15 മിനിറ്റിന്റെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഥ എങ്ങോട്ടാണ് പോണതെന്ന്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പ്രഡിക്ഷൻ പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രഡിക്ഷൻ പോലെ കാര്യങ്ങൾ നടന്നിട്ടും ഈ സിനിമ മുമ്പോട്ട് കാണാൻ പറ്റുന്നുവെങ്കിൽ, നമുക്ക് ആ ഇമോഷണൽ സൈഡൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുവെങ്കിൽ, ഓരോ സീനും നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നുവെങ്കിൽ അതൊരു മാജിക് ആണെന്ന് വേണം പറയാന്. ഉറപ്പായിട്ടും ആ ഒരു മാജിക് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഡയറക്ടർ ആയിട്ടുള്ള ഗൗതം തന്നൂരി, ആക്ടർ ആയിട്ടുള്ള വിജയ് ദേവരകൊണ്ട, സംഗീതം ചെയ്തിട്ടുള്ള അനിരുദ്ധ് തുടങ്ങിയ ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇവരുടെ ഒരു മാജിക് ആണെന്ന്. എന്തായാലും സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് നായകനായിട്ടുള്ള സൂര്യ എന്ന് പറയുന്ന ക്യാരക്ടർ ആയിട്ടാണ് ഇത്തവണ വിജയ് ദേവരകൊണ്ട വന്നിട്ടുള്ളത്. ഇതൊരു സ്പൈ ത്രില്ലർ മൂവിയാണ്. അപ്പൊ ടിപ്പിക്കൽ സ്പൈ ത്രില്ലർ മൂവി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ സിനിമയും. ഭയങ്കര പുതുമ കാര്യങ്ങളൊന്നും കഥയിൽ വരുന്നില്ല. മാത്രമല്ല ഒരു ആക്ഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള മൂവി കൂടിയാണ്. സോ നമ്മൾ അങ്ങനെ കൂടി ഈ സിനിമ കാണാൻ പറ്റും. ആക്ഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ രക്ഷകനായിട്ടുള്ള നായകൻ പോലുള്ള കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പൈ ത്രില്ലർ എന്നുള്ളതിന്റെ കൂടെ തന്നെ അതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില ഘട്ടങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സൂര്യ നായകനായിട്ടുള്ള റെട്രോ എന്ന് പറയുന്ന ഒരു മൂവിയായിട്ട് ഒരുപാട് സമയം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ആക്ച്വലി ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അണ്ണൻ തമ്പി പാസം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെന്നുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇപ്പൊ രണ്ട് മൂവിയും തമ്മിലുള്ള സാമ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും സംഗീതം ചെയ്തിട്ടുള്ള അനിരുദ്ധ ആണെങ്കിലും നായകനാണെങ്കിലും ഒക്കെ ഒരുപോലെ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് റെട്രോ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അപ്പൊ സിനിമയിൽ മുഴുകിയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ചിന്തയിലേക്കൊക്കെ വരിക. അപ്പൊ എന്തായാലും സിനിമയിൽ ഈ പറഞ്ഞ പോലെ സൂര്യ എന്ന് പറയുന്ന നായകൻ ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടുള്ള മറ്റൊരു ശിവ എന്ന് പറയുന്ന ക്യാരക്ടർ, അവർ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവയെ അന്വേഷിച്ചു പോകുന്ന സൂര്യ എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് കഥ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രക്ഷകൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് വേറെ സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നായകനായിട്ടുള്ള വിജയ് ദേവരകൊണ്ടയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ്. പൊതുവെ പുള്ളിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഒരുപാട് ലേഡീസ് ആണ് ഫാൻസ് കൂടുതലായിട്ടുള്ളത്. പുള്ളി ഒരു മസ്കുലർ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ചും കംഫർട്ട് സോണിൽ നിൽക്കാണ്ട് ഡിഫറെന്റ് സോൺ പിടിച്ചു പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോ സിനിമകളിലും ഓരോ രീതിക്കാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക് ഉള്ളത്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്ന, ഇന്റൻസീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു നടൻ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള മറ്റെല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കഥാപാത്രത്തിലേക്ക് വരുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ പോലെ ഇന്റൻസീവ് ആയിട്ട് പുള്ളിക്ക് ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് പുള്ളി അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമ ത്രൂ ഔട്ട് ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നതും ഈ സിനിമ ഇതുപോലെ കാണാൻ പറ്റുന്നതും. പുള്ളിക്കാരന്റെ പെർഫോമൻസ്, ആ ക്യൂട്ട്നെസ്, ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫീമെയിൽ ആയിട്ടുള്ള ഫാൻസ് ഉള്ളത് കാരണം അവരൊക്കെ ഈ ക്യൂട്ട്നെസ്സും ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ സിനിമയുടെ ഒരു പ്രധാന ഘടകമായിട്ട് വന്നിട്ടുള്ളതും ഈ ഇന്റൻസീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളാണ്. അതും പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അത് ആ കഥാപാത്രത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ അറിയാം. നല്ല എനർജി ലെവൽ ഉണ്ട്. അതുപോലെ ഭയങ്കര ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അത് മൊത്തം ത്രൂ ഔട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പൊ സൂര്യയുടെ പെർഫോമൻസും കാര്യങ്ങളും ഇങ്ങനെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. അതേസമയം തന്നെ സിനിമയ്ക്കകത്ത് വെങ്കിയാണ് വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഇതില് വില്ലൻ കഥാപാത്രമായിട്ട് വന്ന വെങ്കി എന്ന് പറയുന്നത് മലയാളത്തിൽ മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിധു വിൻസെന്റ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയ്ക്കകത്ത് നായകനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ വെങ്കി ആദ്യമായിട്ട് മറ്റൊരു ഭാഷയിൽ പോയിട്ട് ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യാണ്. അപ്പൊ ഇതിനകത്ത് വെങ്കിയുടെ ക്യാരക്ടർ ഒരു ബോർഡർ ലൈൻ സൈക്കോപാത്ത് എന്നാണ് പറയുന്നത്. ആ ഒരു കഥാപാത്രം പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതായത് ഭയങ്കര കരുത്തുറ്റ നടനെന്ന് പറയാൻ പറ്റില്ല. പ്രതിനായകനാണെങ്കിലും പുള്ളിക്ക് ശാരീരികമായിട്ട് മറ്റുള്ളവരെ തല്ലാൻ അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ബോർഡർ ലൈൻ സൈക്കോപാത്ത് എന്താണോ അത് കൃത്യമായിട്ട് അതുപോലെ ഭംഗിയായിട്ട് വെങ്കി ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നായകനായിട്ടുള്ള സൂര്യ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ബ്രദർ ആയിട്ടുള്ള
ശിവയായിട്ട് അഭിനയിച്ചിരിക്കുന്ന സത്യദേവ്, നല്ല പെർഫോമൻസ്. ആ ഒരു ഇമോഷണൽ സൈഡൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമായിട്ട് ഇന്റൻസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെർഫോമൻസ് ലെവലൊക്കെ ഇവരൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ നായികയായിട്ട് വരുന്ന ഭാഗ്യശ്രീ ബോർസ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് അങ്ങ് വന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ രണ്ടാം ഭാഗം സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ടെന്നൊക്കെ അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് വല്ലതും വരാൻ പോകുന്നത്. എന്തായാലും അവർക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അണ്ണൻ തമ്പി പാസം, പിന്നെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുടെ ശ്രീലങ്കൻ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സൈഡൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. അതർവൈസ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ മൂവിക്കകത്ത് നടക്കുന്ന പോലെയുള്ള കുറെ ആക്ഷൻ സാധനങ്ങളൊക്കെ കാണിച്ച് പോയിട്ടുണ്ട്. അപ്പൊ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ജയിലിനകത്തുള്ള സീൻസ് ആണ്. അതിനകത്തുള്ള ഫൈറ്റ് കാര്യങ്ങൾ കണ്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻസും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോലും ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള, എന്നാൽ വിഷ്വലൈസ് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചൊരു സാധനമാണ് അക്വാട്ടിക് ആക്ഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോട്ട് ചേസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് ഈ പറയുന്ന പുഴയോ കായലൊക്കെ പോലുള്ള ഏരിയയിൽ വെച്ചിട്ട് ബോട്ടും ചേസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടെക്നിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വിഷ്വലൈസ് ചെയ്ത് വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമ്മുടെ മലയാളി ആയിട്ടുള്ള ബാബുരാജ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതായത് ഇത് ഫസ്റ്റ് ബാബുരാജാന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ബാബുരാജിന്റെ പെർഫോമൻസ് ഒന്നും അല്ല, വളരെ പക്കായിട്ട് ആ ഒരു കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. സോ അത് വളരെ രസകരമായി ഭംഗിയായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ജോമോൻ ടി ജോൺ അതുപോലെ തന്നെ ഗിരീഷ് ഗംഗാധരൻ രണ്ടുപേരും ചേർന്നാണ് ഇതിന്റെ DOP ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ആ ഒരു കളർ പാലറ്റ് ഒക്കെ വെച്ച് ഒരു വർക്ക് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ള വർക്കാണ്, വെറുതെ ചെയ്തു പോയിട്ടുള്ള വർക്കല്ല. ആ എഫേർട്ട് എത്രത്തോളം ഉണ്ട് അതെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് കാണാനുണ്ട്. വളരെ ഭംഗിയായിട്ട് അവർ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിട്ടുള്ള അനിരുദ്ധ് രവിചന്ദർ, ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ അതാണ്. ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് പോലെ ആക്ച്വലി ഇതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു BGM ആണ് സിനിമയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ആ BGM ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിലേക്ക് പോലും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ പോലും നമുക്ക് എന്താണ് ആ സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു നമുക്കൊരു ധാരണ കിട്ടും. അതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മ്യൂസിക്കിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗൂസ് ബംസ് ആണ്. കാണുന്ന ഓഡിയൻസിനെല്ലാം ആ ഗൂസ് ബംസ് കിട്ടും, ഒരു സംശയവും. അതേസമയം തന്നെ നമ്മുടെ നായകനായിട്ടുള്ള വിജയ് ദേവരകൊണ്ടയുടെ പണി കുറച്ച് കുറയ്ക്കാൻ ഇദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് കഴിയും. അതായത് നായകനെ ഹീറോയുടെ അങ്ങേ അറ്റമാക്കി വെക്കാൻ ഇദ്ദേഹത്തിന്റെ ആ ഒരു BGM ഉറപ്പായിട്ടും കഴിയും. അപ്പൊ അവിടെ ആക്ടറിന് കുറച്ചങ്ങ് ഡൗൺ ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ആക്ടറിന്റെ പെർഫോമൻസിനേക്കാളും ഒരു പടി മുകളിലാണ് എപ്പോഴും അനിരുദ്ധിന്റെ മ്യൂസിക് വന്ന് നിൽക്കുന്നത്. സോ ആ ഒരു സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമുക്കറിയുന്ന അനിരുദ്ധിന്റെ മ്യൂസിക്കിന്റെ ആ ഒരു പോസിറ്റീവ് സംഭവം തന്നെ ഇതിനകത്തും കാണാനുണ്ട്. നായകനേക്കാൾ ഒരു പടി മുകളിലാണ്. നായകനെ ഒരു പടി മുകളിലേക്ക് കയറ്റാൻ ഈ മ്യൂസിക്കിന് സാധിക്കും. പിന്നെ സിനിമയിലെ ഫൈറ്റ് സീക്വൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു റിഥം ബാലൻസ് ഒക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ ഫൈറ്റ് സീക്വൻസിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു ബ്രീത്തിങ് ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഡിറ്റിങ്ങിന്റെ കാര്യമാണെങ്കിൽ പോലും ഒരു ഇമോഷണൽ റിതം അവിടെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കഥയിലല്ല ഇതിനകത്ത് പുതുമയുള്ളത്, ടെക്നിക്കൽ സൈഡ് കൊണ്ടും അതുപോലെ തന്നെ നായകന്റെ പെർഫോമൻസ് കൊണ്ടും ഒപ്പമുള്ള ആളുകളുടെ പെർഫോമൻസ് ഒക്കെ കൊണ്ട് തന്നെ ഉയർന്നു പോയിട്ടുള്ള സിനിമയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന സിനിമയാണ് ഇതെന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമായിട്ട് വരുന്നത്. അങ്ങനെയാണ് കൂടുതൽ ചാൻസ് ഈ പറഞ്ഞ പോലെ അനിരുദ്ധിന്റെ മ്യൂസിക് ആണെങ്കിൽ ഏറ്റവും അധികമായിട്ട് അതിന് സഹായകരമാവുന്നുണ്ട്. വിജയ് ദേവരകൊണ്ടയുടെ വേറിട്ടിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ടെക്നിക്കലി ഏത് രീതിക്ക് നോക്കുകയാണെങ്കിൽ സിനിമ അങ്ങനെ മുകളിൽ നിൽക്കുകയാണ്, ഒരു 10 പടി മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്പൈ ത്രില്ലർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.